السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. مثل الجنة التي وعد المتقون فيها أنهار من ماء غير آسن وأنهار من لبن لم يتغير طعمه وأنهار من خمر لذة للشاربين صدق الله مولانا العظيم. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, 10 വെള്ളിയാഴ്ചകളിൽ സംസാരിച്ചു വന്ന വിഷയത്തിൻ്റെ ഒരു ഉപസംഹാരമാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും അടിമകളായി പോയ മനുഷ്യന്മാർക്ക് വന്നു ഭവിക്കുന്ന ഭൗതിക നഷ്ടം, അഥവാ അത്തരം മേഖലകളിലൂടെ ജീവിക്കുന്ന ആളുകൾക്ക് ഈ ലോകത്ത് വച്ച് തന്നെ സംഭവിക്കുന്ന മഹാനഷ്ടങ്ങളുടെ കണക്ക് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ നാടുകളിൽ നടന്ന ചരിത്രങ്ങൾ ഉദ്ധരിച്ച് വർത്തമാനകാല സാഹചര്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഉദ്ധരിച്ച് ഏറെക്കുറെ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഈ ലോകത്ത് വരുന്ന നഷ്ടക്കണക്കുകൾ മദ്യപാനികളുടെ, മയക്കുമരുന്നിൻ്റെ അടിമകളുടെ ആരോഗ്യം തകരുകയാണ്, സമ്പത്ത് നഷ്ടപ്പെടുകയാണ്, മാനാഭിമാനം തകർന്നടിയുകയാണ്, കുടുംബബന്ധങ്ങൾ അറ്റുപോവുകയാണ്. ഇങ്ങനെയുള്ള നിരവധി നഷ്ടങ്ങളുടെ കണക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നോക്കാനുള്ളത് ലഹരിയുടെ അടിമകളാകുന്ന ആളുകൾക്ക് വരുന്ന ആത്മീയവും പാരത്രികവുമായ നഷ്ടം. അത് വളരെ പെട്ടെന്ന് ഓടിച്ചു പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കാരണം പരിശുദ്ധ റമളാൻ നമ്മുടെ പടിവാതിൽക്കൽ വന്നെത്തി നിൽക്കുന്നു. നമുക്ക് റമളാൻ വിഷയങ്ങളിൽ ചിന്തിക്കാനുണ്ട്, പഠിക്കാനുണ്ട്, അറിയാനുണ്ട് നിരവധി കാര്യങ്ങൾ. അതുകൊണ്ട് ഈ വിഷയം ഒന്ന് പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ അവസാന ഭാഗം പെട്ടെന്ന് ഓടിച്ചു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ ലഹരിയുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് വരുന്ന വലിയ നഷ്ടം ആരോഗ്യ തകർച്ചയല്ല, സമ്പത്ത് നഷ്ടമായി പോകലും അല്ല, മാനം നഷ്ടമാകലും അല്ല, കുടുംബബന്ധങ്ങൾ തകരലും അല്ല. അത്തരം നഷ്ടങ്ങളുടെ കണക്കുകളൊക്കെ, നഷ്ടങ്ങളുടെ പ്രത്യാഘാതങ്ങളൊക്കെ ഈ ലോക ജീവിതത്തിൽ മരിക്കുവോളം മാത്രം അനുഭവിക്കേണ്ടി വരുന്ന ദുരിതമാണ്. അതുകൊണ്ട് തന്നെ ഭൗതിക നഷ്ടം വലിയ നഷ്ടമല്ല. കള്ളുകുടിയന്മാർക്ക്, കഞ്ചാവ് വലിക്കുന്നവർക്ക്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് വരുന്ന വലിയ നഷ്ടം ഇതൊന്നുമല്ല. പിന്നെ ഏതാണ്? ഈമാനിന്റെ നഷ്ടമാണ്. ഈമാൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതത്തിന് ലക്ഷ്യം കാണാതെ പോകും, പരലോക ജീവിതം തകർന്നടിയും. ഇവിടെ 100 വയസ്സ് ജീവിച്ചാലും 110 വയസ്സ് ജീവിച്ചാലും ആ ജീവിതത്തിനൊരു എൻഡുണ്ട്, അവസാനമുണ്ട്. ശാശ്വതമായ എന്നെന്നും നിലനിൽക്കുന്ന പാരത്രിക ജീവിതത്തിന്റെ തകർച്ച, അതാണ് ഏറ്റവും വലിയ നഷ്ടം, ഈമാനിക നഷ്ടം. മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബു വഹുവ മുഅ്മിൻ. ഒരാളും മദ്യപിക്കുന്നില്ല,
കഞ്ചാവ് വലിക്കുന്നില്ല, ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നില്ല. ഹീന യശ്റബു വഹുവ മുഅ്മിൻ, അത് ഉപയോഗിക്കുന്ന സമയത്ത് മുഅ്മിനായ അവസ്ഥയിൽ അതൊന്നും ഉപയോഗിക്കുന്നില്ല. എന്ന് വെച്ചാൽ മുഅ്മിനാണോ? ഉപയോഗിക്കാനാവില്ല, കുടിക്കാനാവില്ല, വലിക്കാനാകില്ല, കുത്തിവെക്കാനാകില്ല. ഇത് ചെയ്യുന്ന സമയത്ത് ആ മനുഷ്യനിൽ ഈമാൻ ഉണ്ടാവുകയില്ല. ലാ യശ്റബുൽ ഖംറ, ഒരുത്തനും മദ്യപിക്കില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കില്ല. ഹീന യശ്റബു, അതുമായി ബന്ധപ്പെടുന്ന സമയത്ത് വഹുവ മുഅ്മിൻ, മുഅ്മിനായ അവസ്ഥയിൽ അത് നടക്കൂല. അപ്പൊ ഒരു മുഅ്മിൻ, ഒരു സത്യവിശ്വാസി ചെയ്യുകയാണെങ്കിലോ, ആ ചെയ്യുന്ന സമയത്ത് ആ മനുഷ്യനിൽ നിന്ന് അവന്റെ ഈമാൻ ഊരി വലിച്ചെടുക്കപ്പെടുന്നതാണ്. ആ മനുഷ്യനിലെ ഈമാൻ ആ സമയത്ത് ഇങ്ങോട്ട് ഊരി മാറ്റപ്പെടും. ഈ ഹദീസ് പറഞ്ഞു തന്ന പ്രഗൽഭ പ്രസിദ്ധ സ്വഹാബിയായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് മുന്നിലുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കവേ ഇത് കേട്ട ആളുകൾ ചോദിച്ചു, കൈഫ യുൻസഉൽ ഈമാനു മിൻഹു, നബിയുടെ തിരുവചനം പറഞ്ഞു തന്ന അങ്ങയുടെ വിവരണം കേട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഈമാൻ നഷ്ടമായി പോകുമെന്ന്, വലിച്ചൂരപ്പെടുമെന്ന്. എങ്ങനെയാണ് ഈമാൻ വലിച്ചൂരപ്പെടുക? ഇബ്നു അബ്ബാസ് എന്ന സ്വഹാബി കാണിച്ചു, ഉദാഹരണ സഹിതം കൃത്യമായി അവതരിപ്പിച്ചു. ഹാക്കദാ, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് വശബ്ബക ബൈന അസ്വാബിഇഹി, രണ്ട് കൈവിരലുകൾ ഇങ്ങനെ കോർത്തു പിടിച്ചു. ഒരു മനുഷ്യനും ഈമാനും തമ്മിൽ ഇങ്ങനെ നിൽക്കും, കെട്ടിപ്പുണർന്ന് നിൽക്കും. ഒരു വ്യക്തിയിൽ ഈമാന് രണ്ട് കൈവിരലുകൾ ഇങ്ങനെ കോർത്തു പിടിച്ച് കാണിച്ചു കൊടുത്തു, ഇങ്ങനെ ഈമാൻ നിൽക്കും. കള്ളു കുടിക്കുന്ന സമയത്ത് സുമ്മ അഖ്റജഹാ, രണ്ട് കൈവിരലുകൾ കോർത്തു പിടിച്ച വിരലുകൾ ഇങ്ങ് വലിച്ചൂരി കാണിച്ചു. എന്നിട്ട് പറഞ്ഞു ഹാക്കഥ, ഇങ്ങനെ ഈമാൻ കെട്ട് ഊരിയെടുക്കപ്പെടും, ഇങ്ങനെ ഈമാൻ കെട്ട് ഊരിയെടുക്കപ്പെടും. ശേഷം എന്നെങ്കിലും ഒരു ദിവസം വേദനയുള്ള മനസ്സോടെ തൗബ ചെയ്താൽ ഈ അവസ്ഥയിലേക്ക് ഈമാൻ തിരിച്ചു വരും. തൗബ ചെയ്യാതെ മരിച്ചാൽ ഈമാനില്ലാത്ത മരണമാണ്. സ്വഹീഹുൽ ബുഖാരി. മറ്റൊരു റിവായത്തിൽ, മറ്റൊരു ഹദീസിൽ ഇങ്ങനെ തന്നെ കാണാം. നബി തങ്ങൾ പറയുന്നു, മദ്യപാനിയായ വ്യക്തി തൗബ ചെയ്യാതെ ജീവിക്കുകയാണെങ്കിൽ നസഅല്ലാഹു മിൻഹുൽ ഈമാൻ, ആ വ്യക്തിയിൽ നിന്ന് അല്ലാഹു ഈമാനിനെ വലിച്ചൂരിയെടുക്കും. കമാ യഖ്ലഉൽ ഇൻസാനു അൽ ഖമീസ മിൻ റഅസിഹി, ഒരു വ്യക്തി നീളം കുപ്പായം, അതേ ഖമീസ്, അത് തന്റെ തലയിലൂടെ വലിച്ചൂരിയെടുക്കുന്നത് പോലെ. ഖമീസില്ലേ നീളം കുപ്പായം, അത് ഏതിലൂടെ എടുക്കുക? തലഭാഗത്തുകൂടെയാണ് ഊരിയെടുക്കുക. ഇതുപോലെ ഈമാൻ അള്ളാഹു ആ വ്യക്തിയിൽ നിന്ന് വലിച്ചൂരിയെടുക്കും. എന്താ സംഭവം? ഈമാൻ വലിച്ചൂരിയ പിന്നെ ആള് കാഫിറാവൂലേ? ഇല്ല, കാഫിറാവൂല. പക്ഷേ സമ്പൂർണ്ണ ഈമാൻ നഷ്ടമാകും. പരലോകത്തെ വിജയിക്കാൻ ആവശ്യമായ ഈമാൻ നഷ്ടാവും. അര മുഅ്മിനാവും, അര മുസ്ലിമാവും. ഈ അര ഇസ്ലാം കൊണ്ടും അര ഈമാൻ കൊണ്ടും എന്താ കാര്യം? പള്ളിയിലേക്ക് വരാം. ജീവൻ പോയാൽ ജനാസ ഇവിടെ കൊണ്ടുവന്ന് വെക്കും. മുസ്ലിമീങ്ങൾ അടക്കുന്ന പള്ളിപ്പറമ്പിൽ അടക്കും. മുസ്ലിങ്ങൾ കൂടുന്ന കല്യാണ പന്തലിലും പള്ളിയിലും സഭകളിലൊക്കെ ഇയാൾക്ക് വരാം. ഇങ്ങനെ അര മുസ്ലിമാവും. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് മീർസ ഗാലിബിന്റെ ഒരു അഭിപ്രായ പ്രകടനമാണ്. മീർസ ഗാലിബ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ കവി ജീവിച്ചിരുന്നു. ബഹദൂർ ഷാ സഫർ എന്ന് പറയുന്ന ഒരു മുഗൾ ചക്രവർത്തി ഉണ്ടായിരുന്നു ഇന്ത്യ രാജ്യത്ത്. മുഗൾ ചക്രവർത്തിമാരിൽ അവസാനം ഇന്ത്യ ഭരിച്ച ചക്രവർത്തിയാണ് ബഹദൂർ ഷാ സഫർ, അവസാനത്തെ മുഗൾ ചക്രവർത്തി. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ കവിയായിരുന്നു ആര്? മീർസ ഗാലിബ്. ഈ മീർസ ഗാലിബിനെ സൂഫി വര്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ പരിചയപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ഒരു സൂഫി അല്ല, സൂഫി അല്ല, മുഴുകുടിയനായിരുന്നു. പക്ഷെ നല്ല സമർത്ഥനായ കവിയായിരുന്നു മീർസ ഗാലിബ്.
ബഹദൂർ ഷാ സഫറിന്റെ കൊട്ടാരത്തിന് നേരെ ബ്രിട്ടന്റെ ഭീഷണി വന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ ഇന്ത്യയിലേക്ക് വന്ന് മുഗൾ സാമ്രാജ്യമൊക്കെ തകർത്ത് തരിപ്പണമാക്കി ബ്രിട്ടീഷുകാർ ഇന്ത്യ പിടിച്ചടക്കുന്ന ഒരു സമയമാണ്. ആ കാലത്ത് ബഹദൂർ ഷാ സഫറിന്റെ പട്ടാളം ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിനിറങ്ങി, സ്വാതന്ത്ര്യ സമരത്തിനിറങ്ങി. ബ്രിട്ടീഷ് പട്ടാളം സഫറിന്റെ സൈന്യത്തെ പിടിച്ചു. ആ കൂട്ടത്തിൽ കൊട്ടാര കവിയായ മീർസ ഗാലിബും പിടിക്കപ്പെട്ടു. പിടിച്ചു. സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങിയ പട്ടാളത്തെ പിടിച്ച കൂട്ടത്തിൽ കൊട്ടാര കവിയായ മീർസ ഗാലിബിനെയും ഇംഗ്ലീഷ് പട്ടാളം പിടിച്ചു. പിടിച്ച് ഈ ചങ്ങാതിനെ കൊണ്ടുവന്നിട്ട് ഇംഗ്ലീഷ് ഓഫീസർ ചോദിക്കുന്നുണ്ട്, ആപ്പ് കാ മദ്ഹബ് ക്യാ ഹേ, നിങ്ങൾ ഏതാ റിലീജിയൻ, ഏതാ നിങ്ങൾ മതം? അറസ്റ്റ് ചെയ്യുമ്പോൾ മതവും പേരും ഊരും വയസ്സൊക്കെ ചോദിക്കൂലേ? വെള്ളപ്പട്ടാള ഉദ്യോഗസ്ഥൻ ഈ ചങ്ങാതിയെ, ആരെ, മീർസ ഗാലിബ് എന്ന് പറയുന്ന കവിയെ, കൊട്ടാര കവിയെ പിടിച്ചു എന്ന് ചോദിച്ചു, ആപ്പ് കാ മദ്ഹബ് ക്യാ ഹേ, നിങ്ങൾ ഏതാണ് മതം? അയാൾ പറഞ്ഞു, മേ ആദാ മുസൽമാഹും, ഞാൻ അര മുസ്ലിമാണ് എന്നാണ് അയാൾ പറഞ്ഞത്. ഞാൻ പാതി മുസ്ലിമാണ്, ഫുൾ മുസ്ലിം അല്ല, അര മുസ്ലിമാണ്. ഉദ്യോഗസ്ഥൻ ചോദിച്ചു, ഇതെന്താ അങ്ങനെ അര മുസ്ലിം? വാട്ട്, നിങ്ങൾ എന്താ ഈ പറഞ്ഞത്, അര മുസ്ലിമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ കാരണം പറഞ്ഞുതരാം, ഷറാബ് പീത്താഹും ലേക്കിൻ സുവർ നെഹി കാത്തേ, ഞാൻ വെള്ളം നന്നായിട്ട് അടിക്കാറുണ്ട്, കള്ളുടിക്കാറുണ്ട്, പന്നി ഞാൻ തിന്നാറില്ല. ഇത് രണ്ടും മുസ്ലിങ്ങൾക്ക് പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് കള്ളുടി ഉള്ളത് കൊണ്ട് ഞാൻ അര മുസ്ലിമാന്നാ പറഞ്ഞത്. ഇങ്ങനെ അര മുസ്ലിം ആകാം. ഈ അര ഈമാൻ കൊണ്ടും അര ഇസ്ലാം കൊണ്ടും അള്ളാന്റെ മുന്നിൽ സലാമത്താകാൻ പറ്റൂല. ഇവിടെ ചിലപ്പോൾ മുസ്ലിമിന്റെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയേക്കാം. ഈ അവസ്ഥ മാത്രമല്ല, മുത്തുറസൂല് പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, വമൻ മാത മുദ്മിനൽ ഖംരി മുദ്മിനുൽ ഖംരി ഇൻ മാത, ലഹരിക്ക് അടിമയായ മനുഷ്യൻ തൗബ ചെയ്യാതെ മരിച്ചാൽ ലഖിയല്ലാഹ കഅബിദി വസനിൻ, അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ വിഗ്രഹാരാധകരെ പോലെ അവരുടെ സ്ഥാനത്താണ് ഈ വ്യക്തി ഉണ്ടാവുക. അല്ലാഹു കാക്കട്ടെ. വിഗ്രഹത്തെ പൂജിക്കുന്ന ആളുകൾ എങ്ങനെയാണോ അള്ളാനെ കണ്ടുമുട്ടുക, അങ്ങനെയാണ് തൗബയില്ലാത്ത കള്ളുകുടിയൻ അള്ളാഹുവിൻ്റെ മുന്നിൽ വന്നെത്തുക എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ആത്മീയ നഷ്ടം ഒരു വമ്പൻ ഭീകരമായ നഷ്ടമാണ്. തൗബ ചെയ്ത് സലാമത്താകുക. ഈമാൻ നഷ്ടമായാലും മാത്രല്ല, ഈ ഈമാനിനൊരു മാധുര്യമുണ്ട്, ഈമാനിനൊരു ആനന്ദമുണ്ട്, പരമാനന്ദമുണ്ട്, ഈമാനിനൊരു ലഹരിയുണ്ട് മുഅ്മിനീങ്ങളെ. അത് ഈ കള്ളിനേക്കാൾ മൂല്യമുള്ള, വീര്യമുള്ള, മഹത്തായ ലഹരിയാണ് ഈമാനിന്റെ ലഹരി. ഈമാനിന് ടേസ്റ്റ് ഉണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലേ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം? ദാഖ തുഅമൽ ഈമാൻ. ഈമാനിനൊരു ലഹരിയുണ്ട്, ഈമാനിനൊരു രുചിയുണ്ട്, ഒരു മധുരമുണ്ട്, ഈമാനിനൊരു അനുഭൂതിയുണ്ട്, ആസ്വാദനമുണ്ട്. അത് ഈ കള്ളുകുടിയന്മാർക്ക് കിട്ടുകയേയില്ല. അവർ ഈ പിശാചിന്റെ മൂത്രം കുടിച്ചിട്ട് കിട്ടിയ ആ പൊട്ട ലഹരി ഉണ്ടല്ലോ, ആ ലഹരിക്കാർക്ക് ഈമാന്റെ ലഹരി കിട്ടൂല. അത് വലിയ ലഹരിയാണ്. കേരളം കണ്ട സൂഫികളുടെ കൂട്ടത്തിൽ വലിയ സൂഫി വര്യനായിരുന്ന മലയാളത്തിന്റെ ഉമർ ഖയ്യാം എന്ന പേരിൽ വാഴ്ത്തപ്പെട്ട അബ്ദുൽ ഖാദിർ ഇച്ചമസ്താൻ എന്ന് പറയുന്ന ഒരു സൂഫി കവി ഉണ്ടായിരുന്നു. മലബാറിൽ ജീവിച്ച് മൺമറിഞ്ഞു പോയൊരു മഹാത്മാവ്. അദ്ദേഹത്തിൻ്റെ ഈരടിയിൽ കാണാം, അദ്ദേഹത്തിൻ്റെ പാട്ടിൽ കാണാം ഈമാനിൻ്റെ ആനന്ദം. അദ്ദേഹം ഇങ്ങനെ പാടി നടക്കുകയായിരുന്നു. അബ്ദുൽ ഖാദിർ ഇച്ചമസ്താൻ. മുത്തൊളി മുഹമ്മദാരേ മുമ്പിലുള്ള സിറടാ, മുത്തിലുള്ള പാത്തെടുത്ത് മുത്തി മുത്തി കൊള്ളടാ, ബുദ്ധിമാൻകളൊക്കെയും സ്ഫുടം കുടിക്കും കള്ളടാ, ബുദ്ധിമാൻകളൊക്കെയും സ്ഫുടം കുടിക്കും കള്ളടാ, ഉള്ളില്ല ഇലാഹു മുഹമ്മദുർ റസൂലടാ. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന കള്ള് വെള്ളം ചേർക്കാതെ കുടിച്ചു നോക്കൂ. വെള്ളം ചേർക്കരുത്, വെള്ളം ചേർക്കാൻ ശിർക്കാവും. വെള്ളം കൂട്ടാതെ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്നുള്ള കള്ളൊന്ന് കുടിച്ചു നോക്കടാ. ബുദ്ധിയുള്ള ആളുകൾ സ്ഫുടം കുടിക്കും കള്ളടാ,
വെള്ളം കൂട്ടാതെ കുടിക്കുന്ന കള്ളാണടാ അത്. ഇത് കേട്ടിട്ട് മൊയ്ലിയര് കെലിമയെ കള്ളിനോട് ഉപമിച്ചു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കണ്ട. മൊയ്യുദ്ദീമാല ഖുർആൻ എന്ന് പറഞ്ഞ ഇവിടെ വിമർശനം അഴിച്ചു വിട്ട ആളുകളെ പോലെ ഇതൊരു ആലങ്കാരിക പ്രയോഗ. കവി പറഞ്ഞത് ഈ ദുന്യാവിത്തെ കള്ളല്ല, മരിച്ചു എന്നിട്ട് സ്വർഗത്തിലെ കള്ളല്ല ഒരുക്കി വെച്ചിട്ടുണ്ട്. ഖുർആൻ അത് മനോഹരമായിട്ട് അവതരിപ്പിച്ച് വർണ്ണിച്ചു പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കള്ളിൻ്റെ സാമ്പിളിനോടാണ് കവി ഉപമിച്ചത്. ഇതിനൊരു ലഹരിയുണ്ട്. ആ ലഹരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, സ്വഹാബാക്കൾക്ക് കിട്ടിയിട്ടുണ്ട്. ഹദീസിൽ കാണല്ലോ, ആയിഷ ബീവി പറയുന്നുണ്ട്, കാനൻ നബിയ്യു സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യുഹദ്ദിസുനാ വനുഹദ്ദിസുഹു. ഞങ്ങൾ തങ്ങളോടും തങ്ങൾ ഞങ്ങളോടൊക്കെ കുടുംബകാര്യവും തമാശയൊക്കെ പറഞ്ഞ് നല്ല ഹരായിട്ട് ജീവിക്കുക ഞങ്ങൾ. ഫഇദാ ഹളറത്തി സ്വലാഹ്, നിസ്കാരത്തിന്റെ സമയമായാൽ കഅന്നഹു ലം യഅരിഫുനാ, ചന്തയിൽ കണ്ടൊരു പരിചയം പോലും പിന്നെ ഞങ്ങളെ കാര്യത്തിൽ തങ്ങൾക്ക് ഉണ്ടാവില്ല. അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ മുനാജാത്തിലേക്ക് പോകുമ്പോൾ തന്നെ മതി മറക്കുക, പിന്നെ ഞങ്ങളെ മൈൻഡ് ചെയ്യൂല. വഇദാ സമിഅൻ നിദാഅ, മുത്തറസൂൽ വാങ്കുവിളി കേട്ടാൽ കഅന്നഹു ലാ യഅരിഫുനാ അഹദൻ ലാ യഅരിഫു അഹദൻ മിനൻ നാസ്, വാങ്കുവിളി കേട്ടാ പിന്നെ ഒരാളെ കണ്ട പോലും പരിചയം പോലും നബി തങ്ങൾ കാണിക്കൂല. ആയിഷ ബീവി വേറെ രംഗം പറയുന്നുണ്ട്, ഞാനൊരിക്കൽ തങ്ങളെ റൂമിക്ക് കയറി ചെല്ലാൻ. ഇപ്പൊ പലപ്പോഴും പല വിധത്തിലാ സാധാരണ റസൂലുള്ളയെ കാണാനാകുന്നത് സുസ്മേര വദനം, 14-ാം രാവിന്റെ പൗർണമി പോലെ പുഞ്ചിരി വിടർന്ന മുഖം, സ്നേഹം തുളുമ്പുന്ന മുഖം, ഇതാണ് മുത്ത് റസൂലിനെ ഞങ്ങൾ കാണാറ്. പല സന്ദർഭത്തിലും ആ മുഖത്ത് ഗൗരവം തളം കെട്ടി, മുഖം ചുവന്ന് തുടിച്ച് വല്ലാത്ത ഗൗരവത്തില് കടുത്ത ശൈത്യമുള്ള ദിനരാത്രങ്ങളിൽ, നമുക്കറിയാം അറേബ്യയിലെ തണുപ്പ് എന്ന് പറഞ്ഞാൽ ടാങ്കിലെ വെള്ളം ഐസാകുന്ന തണുപ്പൊക്കെ ഉണ്ടാവും അവിടെ. അങ്ങനത്തെ തണുപ്പുള്ള രാത്രിയും പകലൊക്കെ ചിലപ്പോൾ നെറ്റിയിലിങ്ങനെ വിയർപ്പ് പൊടിഞ്ഞ് വിയർപ്പ് ഇങ്ങനെ ഒഴുകിപ്പോകും, മുഖം ഇങ്ങനെ ചുവന്നിട്ടിരിക്കുന്നുണ്ടാകും. അടുത്തേക്ക് പോകാൻ പേടിയാവും. അതെന്താ? വഹയി വരുന്ന സമയമാണ്. ഇലാഹിയായ ഒരവസ്ഥ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ബശരിയായ മാനുഷിക അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് തങ്ങൾ പോവാണ്. ഞാൻ ഒരിക്കൽ റൂമിൽ ചെന്നപ്പോൾ വല്ലാത്ത ഗൗരവം. ഞാൻ തങ്ങളോട് ചേർന്ന് നിന്നു. ആയിഷ ബീവി പറയാൻ, ചേർന്ന് നിന്നപ്പോൾ മൻ അൻതി, ആരാടി നീ? എന്നോട് റസൂൽ ചോദിക്കാൻ. കുൽത്തു അന ആയിഷ, ഞാൻ ആയിഷയാണ് തങ്ങളെ. മൻ ആയിഷ, ഏത് ആയിഷ? റസൂൽ ചോദിക്കാൻ. ഞാൻ പറഞ്ഞു ബിന്ദു അബീബക്കറിൻ, ഞാൻ കെട്ടിയോളാന്ന് പറഞ്ഞില്ല, അബൂബക്കറിന്റെ മോൾ ആയിഷ. മൻ അബൂബക്കർ, ഏതാടി അബൂബക്കർ? പടച്ചോനെ, ഇബ്നു അബീ കുഹൈഫ, അബൂ കുഹൈഫയുടെ മകനായ താങ്കളുടെ തോഴനായ അബൂബക്കറിന്റെ മോള്. മൻ അബൂ കുഹൈഫ, ആരാടി അബൂ കുഹൈഫ? പേടിയായി എനിക്ക്. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ ധൈര്യം കിട്ടിയില്ല. ഞാൻ വേഗം സ്റ്റാൻഡ് വിട്ടു, റിവേഴ്സ് അടിച്ചു പോന്നു. കുറച്ച് കഴിഞ്ഞ് ശാന്തായി. തങ്ങളെ മുഖത്ത് ആ പുഞ്ചിരിയൊക്കെ വിടർന്ന് കണ്ടപ്പോൾ ഞാൻ വീണ്ടും കയറി ചെന്ന്, എൻ്റെ റസൂലെ, നേരത്തെ ഞാൻ വന്നപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്താ? ആയിഷ, ഒരു നബിക്കും ഒരു മലക്കിനും കിട്ടാത്ത ഇലാഹിയായ സാമീപ്യം, ഉടമസ്ഥനായ റബ്ബുമായിട്ടുള്ള വിസ്വാല്, സംസർഗം, ആ സന്ധി സംഭാഷണം, ഒരു മലക്കിനും ഒരു നബിക്കും കിട്ടാത്ത ആ സാമീപ്യം അള്ളാഹുവായിട്ട് ചില വേളകളിൽ എനിക്ക് കിട്ടാറുണ്ട്. അത് കിട്ടുമ്പോൾ എന്ത് കെട്ടിയോള്, എന്ത് കുട്ടിയാള്, എന്ത് ദുന്യാവ്, അങ്ങോട്ടൊന്നും ചിന്തിക്കാൻ എന്നെ കിട്ടൂല ആയിഷ. ആ ആത്മീയ ലഹരിയിൽ ഞാൻ അങ്ങ് മതിമറന്നു പോവും ആയിഷ. മുത്തു മുസ്തഫ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഒരു ലഹരിയാണ്. ബദരീങ്ങൾ ബദർ യുദ്ധക്കളത്തിലേക്ക് പോയത് സാധാരണ ബുദ്ധി വെച്ച് അളന്നാൽ ആത്മഹത്യാ പരം വിഡ്ഢിത്തരം എന്നല്ലേ പറയാ. ഇവരെക്കാൾ 3 ഇരട്ടിയുള്ള സൈന്യം, സകല ആയുധങ്ങളുള്ള, ഇവരെ കയ്യിൽ ആയുധമില്ല, ആളുമില്ല. എന്നിട്ട് ഇറങ്ങിയപ്പോൾ മുനാഫിക്കുകളും മുശ്രിക്കുകളും പറഞ്ഞില്ലേ, നിങ്ങൾ എന്തിനാ നിങ്ങൾ പോകുന്നത്? നിങ്ങൾക്ക് വെളിവില്ലേ, അന്തമില്ലേ നിങ്ങൾക്ക്? ആത്മഹത്യാപരമല്ലേ ഈ യുദ്ധത്തിനുള്ള പോക്ക്? അവര് പറഞ്ഞു ഞങ്ങൾ പോകും. അവര് വെള്ളടിച്ചിരുന്നു. ഏത് വെള്ളം? ഇച്ചമസ്താൻ നേരത്തെ പറഞ്ഞ വെള്ളം. അത് വെള്ളം കൂട്ടാതെ അടിച്ചിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സ്വർഗീയ മദ്യത്തിന്റെ ഫോട്ടോ കോപ്പി ആവുവോള അടിച്ചിട്ടാ അവര് പോയത്. അതുകൊണ്ട് ഒരു ശത്രുക്കളെ അവര് പേടിച്ചിട്ടില്ല. മുഅ്മിനീങ്ങളെ, നമ്മൾ ചിന്തിക്കണം, ഈ ഒരു ആത്മീയ ലഹരി, ആനന്ദം ഇതൊരിക്കലും കിട്ടൂല. മാത്രല്ല
ലഹരിയുടെ അടിമകൾക്ക് വരുന്ന മറ്റൊരു നഷ്ടം, അവരുടെ ഒരു സുഹൃതവും അല്ലാഹു സ്വീകരിക്കൂല, ഒരു നന്മയും സ്വീകരിക്കൂല. റസൂലുള്ള പറയുന്നു, മൻ ശരിബൽ ഖംറ, ഒരാൾ മദ്യപിച്ചാൽ അങ്ങനെ തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ ലം യഖ്ബലില്ലാഹു മിൻഹു ശൈആ, അത്തരം വ്യക്തികളിൽ നിന്ന് അല്ലാഹു ഒന്നും സ്വീകരിക്കൂല. നിസ്കാരം സ്വീകരിക്കൂല, നോമ്പ് സ്വീകരിക്കൂല, ദാനധർമ്മം സ്വീകരിക്കൂല, ഹജ്ജ് ഉംറയും സ്വീകരിക്കൂല. വേറൊരു ഹദീസിൽ കാണാം, മൻ ശരിബൽ ഖംറ, ഒരാൾ മദ്യത്തിന്റെ അടിമയായി തൗബ ചെയ്യാതെ മരിച്ചു പോയാൽ ലം യഖ്ബലില്ലാഹു മിൻഹു സ്വലാത്ത, ആ വ്യക്തിയിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കൂല, നിസ്കാരം സ്വീകരിക്കൂല. 40 യൗമാ, 40 ദിവസത്തെ നിസ്കാരം. ഇന്നിപ്പോ ഒരാൾ വെള്ളടിച്ചാൽ അവിടെ നിന്നാണ് തൊട്ടിട്ട് 40 ദിവസത്തേക്കുള്ള നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. അവൻ്റെ ബ്ലഡിൽ ആൽക്കഹോളിൻ്റെ കംപ്ലൈൻറ്റ് പോകണമെങ്കിൽ മിനിമം 40 ദിവസം പിടിക്കുന്ന. ഇതൊന്നും റസൂലുള്ള ടെസ്റ്റ് ചെയ്തിട്ടൊന്നും അല്ല അന്ന് പറഞ്ഞത്, വഹയിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു 40 ദിവസത്തെ നിസ്കാരം സ്വീകാര്യമാവൂല. അപ്പോൾ ഒരു 1.5 മാസത്തിൽ ഒരിക്കലൊക്കെ അടിക്കലുള്ളൂ. ചങ്ങാതിൻ്റെ അക്കൗണ്ടിൽ ഒറ്റ നിസ്കാരവും ബാക്കി ഉണ്ടാവൂല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെ വിശദീകരിച്ച് പറയേണ്ട കാര്യമാണ്. സമയക്കുറവ് കൊണ്ട് ഓടിച്ചിട്ട് പറയാണ്, ഇനി ഇത്തരം ആളുകളുടെ മരണവും മരണാനന്തരവും എന്നും വിശുദ്ധ ദീന് പറഞ്ഞു തന്നിട്ടുണ്ട്. മരണം എങ്ങനെയാണ്? ലഹരിയുടെ അടിമകളുടെ മരണം എങ്ങനെയാണ്? മരിക്കുന്ന സമയത്തവർ ലഹരി ബാധിതരാണെങ്കിൽ എന്താണ് അവരവസ്ഥ? അല്ലാഹു കാക്കട്ടെ. ഒരുപാട് ചെറുപ്പക്കാർ ബൈക്ക് ആക്സിഡന്റിൽ, വാഹനാപകടങ്ങളിലൊക്കെ മരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോ ആ റിപ്പോർട്ടിൽ എഴുതി വെക്കപ്പെട്ടത് ഫുൾ ടാങ്ക് ആയിരുന്നു. ലഹരിയുടെ വെളിവ് കുറവ് കൊണ്ട് സംഭവിച്ച അപകടമാണ്. എത്രയെത്ര മുസ്ലിം യുവാക്കൾ പോലും ഇങ്ങനെ മരിച്ചുപോയി. അല്ലാഹു കാക്കട്ടെ. അങ്ങനെ ലഹരി ബാധിച്ച അവസ്ഥയിൽ ഒരാൾ മരിച്ചാൽ വമൻ മാത, മുത്ത് റസൂൽ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്, ഒരാൾ മരിച്ചു. വൽ ഖംറു ഫീ ബത്നിഹി, കള്ളവന്റെ പള്ളയിലുണ്ട്, വയറ്റിനകത്തുണ്ട്, അല്ലെങ്കിൽ കഞ്ചാവിന്റെ ലഹരി ബാധിതനാണ്, മറ്റു ലഹരി പദാർത്ഥങ്ങൾ കൊണ്ട് ലഹരി ബാധിച്ച അവസ്ഥയിൽ ഒരുത്തൻ മരിച്ചാൽ അവന്റെ മരണം ജാഹിലിയ മരണമാണ്, ഈമാന് കിട്ടാത്ത മരണമാണ്. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാക്കട്ടെ. മാത്രല്ല, ആ മരിക്കുന്ന നേരത്തുള്ള അവസ്ഥ ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. മരിക്കുന്ന സമയത്ത് നുളിഹ ഫീ വജ്ഹിഹി ബിൽ ഹമീം, അദാബിന്റെ മലക്കുകൾ വന്നിട്ട് ലഹരിയുടെ അടിമ മരിക്കുന്ന നേരത്ത് നുളിഹ ഫീ വജ്ഹിഹി ബിൽ ഹമീം, നരകത്തിലെ കഠിന കഠോരമായ ചൂടുള്ള വെള്ളം അതൊരു പാത്രത്തിൽ എടുത്തു വരും അദാബിന്റെ മലക്കുകൾ. എന്നിട്ടവന്റെ മുഖത്ത് ആ നരക വെള്ളം കുടയും. ഈ ദുന്യാവിൽ നിന്ന് യാത്ര ചോദിച്ചു പോകുന്ന ഘട്ടത്തിൽ മരണനേരത്ത് മലക്കുകൾ നരകത്തിലെ വെള്ളം മുഖത്ത് കൊണ്ടുവന്ന് കുടയുമെന്ന്. ആ വെള്ളം തട്ടിയാ പിന്നെ കരിവാളിച്ച മോന്ത ഉണ്ടാകുക. ആ മയ്യത്തിൽ ബ്രൈറ്റ്നസ് ഉണ്ടാവൂല, ഈമാന്റെ വെളിച്ചം ഉണ്ടാവൂല, മുഖം കെട്ട അവസ്ഥയിൽ മരിച്ചു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി പരലോകത്ത് വരുന്ന രംഗോ റസൂലുള്ള പറയുന്നു, ഇമാം അഹ്മദ് മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അന്ത്യനാളിൽ ദാഹം കൊണ്ട് തൊണ്ട വരണ്ട് നാക്കി നീട്ടി ദാഹിച്ചു പരവശരായി ഇങ്ങനെ നടക്കും. അന്ത്യനാളിൽ ദാഹിച്ച് വാപ്പിളർത്തി നാക്ക് നീട്ടി നടക്കും. അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം, കള്ളുകുടിയന്മാർക്ക്, ലഹരി ബാധിതരായി മരിച്ചുപോയ ആളുകൾക്ക്, തൗബ ചെയ്യാതെ മരിച്ചുപോയ ആളുകൾക്ക് വസഖാഹു മിൻ നഹ്രിൽ ഖബാൽ, റസൂലുള്ള പറയുന്നുണ്ട്, ഖബാലിന്റെ അരുവിയിൽ നിന്നാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുക. എന്താണ് ഖബാൽ? സ്വദീദു അഹ്ലിന്നാർ, നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചു വരുന്ന ചീഞ്ചലമുണ്ടല്ലോ, നരകാഗ്നിയിൽ വെന്തുകൊണ്ട് തിളച്ചു മറിഞ്ഞ് അവരുടെ ദേഹത്തിൽ നിന്ന് പുറത്തേക്ക് ഗമിക്കപ്പെടുന്ന, പുറത്തേക്ക് ഒഴുകി വരുന്ന നരകവാസികളുടെ ചീഞ്ചലം, അതാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുക എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സഹിക്കാൻ പറ്റൂല, അവർക്ക് സ്വർഗ്ഗമില്ല. ലാ യദ്ഖുലുൽ ജന്നത മുദ്ബിനു ഖംറിൻ
മദ്യത്തിന്റെ അടിമ തൗബയില്ലാതെ മരിച്ചുപോയാൽ അവന് സ്വർഗമില്ല. മാത്രല്ല അവന് സ്വർഗത്തിലെ കള്ളും ഇല്ല. ബുഖാരിയുടെ ഹദീസിലുണ്ട്, മൻ ശരിബൽ ഖംറ സുമ്മ ലം യതുബ് മിൻഹാ. റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഒരാൾ കള്ളുടിച്ചു പോയി, കുഴപ്പമില്ല, രക്ഷപ്പെടാൻ മാർഗമുണ്ട്. കഞ്ചാവ് വലിച്ചുപോയി, രക്ഷപ്പെടാൻ മാർഗമുണ്ട്. ഡ്രഗ്സ് അടിച്ചുപോയി, രക്ഷപ്പെടാൻ മാർഗമുണ്ട്. തൗബ ചെയ്യാതെ മരിച്ചാൽ ഹുരിമഹാ ഫിൽ ആഖിറ, ആഖിറത്തിൽ പരലോകത്ത് സ്വർഗത്തിൽ ഉള്ള മദ്യവും ലഹരിയും അയാൾക്ക് തടയപ്പെടും. അത് ഉപയോഗിക്കാൻ അയാൾക്ക് സാധിക്കൂല, കിട്ടൂല. പണ്ടൊരു പൊട്ടൻ പറഞ്ഞത് ഞാൻ കേട്ടൊരു മണ്ടൻ എന്താ പറഞ്ഞറിയോ, ഇവിടുന്ന് കുറച്ചൊക്കെ കഴിച്ചില്ലെങ്കിൽ സ്വർഗത്ത് പോയി കുടിച്ചാൽ വാള് വെക്കുന്നു. ഇത് കുടിച്ചാൽ ഛർദി ഉണ്ടാവും അത്രേ, ആദ്യമൊക്കെ അടിക്കുമ്പോൾ ഛർദി ഉണ്ടാവും. അപ്പോൾ ഒറ്റയടിക്ക് സ്വർഗത്തിൽ പോയി കുടിച്ചാൽ അവിടെ വാള് വെച്ചാൽ മോശമല്ലേ, ഇവിടുന്ന് ഒന്ന് കുടിച്ച് ശീലിച്ചു പോയാൽ അവിടെ എത്തിയാൽ കുടിക്കാൻ എങ്ങനെയുണ്ട്? ഇല്ല, ഇവിടെ നിന്ന് ഉപയോഗിച്ചവന് ഹുരിമഹാ ഫിൽ ആഖിറ, പരലോകത്തത് തടയപ്പെടുക തന്നെ ചെയ്യും. ഖുർആൻ അതിമനോഹരമായിട്ടാണ് സ്വർഗീയ മദ്യത്തെ വർണ്ണിച്ചു പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൽ എത്ര ഭാഗത്ത്? സൂറത്ത് മുഹമ്മദിൽ കാണാം, മസലുൽ ജന്നത്തില്ലത്തി ഉഇദൽ മുത്തഖൂൻ. ഭക്തജനങ്ങൾക്ക് ഓഫർ ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ അവസ്ഥ എന്താ അറിയോ നിങ്ങൾക്ക്? അള്ളാഹു ചോദിക്കാണ്, മുത്തഖികൾക്ക് കരാറ് ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ അവസ്ഥ എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? കേട്ടോളൂ. ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ, ഒരിക്കലും പകർച്ച വരാത്ത, നിറം മാറാത്ത, കൊതുകും കൂത്തനും വരാത്ത അരുവികൾ ഒഴുകുന്നുണ്ട്. നല്ല തെളിനീർ അരുവികൾ സ്വർഗത്തിലൂടെ ഒഴുകുന്നുണ്ട്. ശുദ്ധജലം ഒഴുകുന്ന അരുവികളുണ്ടവിടെ. തീർന്നില്ല. വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമു, ഒരിക്കലും പുളിച്ചു പോകാത്ത, ദുഷിച്ചു പോകാത്ത പാലിന്റെ ആറുകളുണ്ടവിടെ. അത് തൈരാവൂല, മോരാവൂല, എപ്പോഴും നല്ല രുചിയോടുകൂടെ ഒഴുകുന്ന, ഒരിക്കലും കേടുപറ്റാത്ത വിധത്തിലുള്ള പാലാറുകളുണ്ടവിടെ. തീർന്നില്ല. വഅൻഹാറും മിൻ ഖംറിൻ, മദ്യത്തിന്റെ കള്ളിന്റെ പുഴകളുണ്ടവിടെ. നെഹ്ർ എന്നല്ല, അൻഹാറുൻ, പുഴകളുണ്ടവിടെ. എങ്ങനത്തെ മദ്യം? എങ്ങനത്തെ മദ്യം? ലദ്ദത്തിൽ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ആസ്വാദ്യകരമായ, രുചികരമായ കള്ള്. ദുന്യാവത്തെ കള്ളെങ്ങനെ? കുടിച്ച ആളുകൾ പറഞ്ഞിട്ടുണ്ട്, മൂക്ക് പൊത്തിയിട്ട് അച്ചാറ് തൊട്ട് അണ്ണാക്കിൽ പുരട്ടിയിട്ട് വേട ഈ പണ്ടാറ് ഒന്ന് പാരാന് വായില്. അത്ര മെനകെട്ട ടേസ്റ്റ് അത്രേ. കഷായം കുടിക്കുമ്പോണ്ടല്ലോ മേമ്പൊടിക്ക് വേണ്ടി പഞ്ചസാര കൊണ്ടുവന്ന് വെച്ചാൽ ഈ ശർക്കര കഷ്ണം കൊണ്ടുവന്ന് വെച്ച് അതങ്ങോട്ട് കണ്ണും പൂട്ടിയിട്ടുണ്ട് അകത്താക്കിയിട്ട് ഇതിന് കടിക്കതേ പോലെ ഈ കള്ളുകുടിയാൻ. ഇറച്ചിയൊന്നും പോരാ, നല്ല എരിവിട്ട് ഇറച്ചി വേണം. ആ എരിവ് ഇങ്ങോട്ട് അണ്ണാക്കിൽ കുത്തുമ്പോൾ അങ്ങോട്ട് ഉള്ളിക്ക് തള്ളുക. ഇത് കുടിച്ചു കഴിഞ്ഞിട്ടുള്ള സുഖത്തില് ഒരു രസമില്ല, രുചിയില്ല എന്നാണ് കുടിച്ചവര് പറഞ്ഞത്. അല്ലാഹ് പറയുന്നു, വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൽ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് നല്ല ആസ്വദിച്ച് കുടിക്കാം. ലദ്ദത്തുണ്ട്, അതിന് നല്ല രുചിയുണ്ട്, നല്ല ടേസ്റ്റുള്ള മദ്യത്തിന്റെ ആറുകൾ ഒരുപാട് വർണ്ണിച്ചിട്ടുണ്ട്. മുത്തഫിഫീനിൽ കാണാം, യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം ഖിതാമുഹു മിസ്ക് വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. ഇതൊക്കെ കള്ളിനെ കുറിച്ച് പറഞ്ഞതാ. യുസ്ഖൗന, ഭക്തജനങ്ങൾക്ക് കുടിപ്പിക്കപ്പെടും, മിർ റഹീഖിൻ മഖ്തൂം, സീല് വെക്കപ്പെട്ട മദ്യചഷകങ്ങളിൽ നിന്ന് അവർക്ക് പാനം ചെയ്യിപ്പിക്കപ്പെടും. സീല് വെക്കപ്പെട്ട കള്ളിന്റെ പാത്രം. ആ സീലെന്താ? ഖിതാമുഹു മിസ്ക്, കസ്തൂരി കൊണ്ടാണ് അതിന്റെ സീല്. വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. അല്ലാഹു ഖുർആനിൽ പറയാൻ, മത്സരിക്കുന്നവർ, വാശി പിടിച്ച് മത്സരിക്കുന്നവർ ഈ കള്ള് കുടിക്കാൻ മത്സരിച്ചോളൂ. അതിനെന്ത് വേണം? ഇച്ഛമസ്താൻ പറഞ്ഞ കള്ള് ഇവിടുന്ന് വെള്ളം തൊടാതെ കുടിക്കണം. അങ്ങനത്തെവർക്ക് അള്ളാഹു ഒരുക്കി വെച്ച മദ്യത്തിന്റെ സംഭവമാണ് പറയുന്നത്. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ദുന്യാവ് തകരും, ദീന് തകരും, ആഖിറവും തകരും. മുഅ്മിനീങ്ങളെ, നമ്മിൽ ആരെങ്കിലും ജീവിതത്തിൽ ബോധക്കുറവ് കൊണ്ടോ സാഹചര്യങ്ങൾ പ്രതികൂലമായതുകൊണ്ടോ ദുഷിച്ച കൂട്ടുകെട്ടുകൊണ്ടോ ഈ തിന്മ വല്ലപ്പോഴും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക.
ജീവിതത്തിൽ ഇതുവരെ തൊടാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ മരണം വരെ ഞാൻ ആ മേഖലയിലേക്ക് ഇല്ല. കുടി മാത്രമല്ല, വലി മാത്രമല്ല, ആ മേഖല മുഴുവൻ പ്രശ്നം നമ്മൾ പറഞ്ഞു. ഞാൻ ആ മേഖലയുമായി ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ ബന്ധമില്ല, ഉണ്ടാവുകയില്ല എന്ന് ഇവിടെ വെച്ച് പ്രതിജ്ഞ എടുക്കണം. ഇവിടെ വെച്ച് പ്രതിജ്ഞ എടുക്കണം. കുറ്റങ്ങൾ സംഭവിച്ചവരാണെങ്കിൽ വിശുദ്ധ റമളാനാണ് വരുന്നത്. ഒരു പള്ളിയിലച്ഛൻ്റെ മുന്നിലും പള്ളിയിലെ ഉസ്താദിൻ്റെ മുന്നിലും കുമ്പസരിക്കൊന്നും വേണ്ട. ഇന്ന ബ്രാൻഡാ അടിക്കാറ്, ഇത്ര പെഗ്ഗൊക്കെ കുടിക്കാറുണ്ട്, കുമ്പസാരൊന്നും വേണ്ട. നിങ്ങൾ ആരോടും പറയണ്ട. രാത്രി അങ്ങോട്ട് ലൈറ്റാണ് അണച്ചിട്ട് ആരും കാണാതെ 2 കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞു പടച്ചവനോട് പറയാം, അല്ലാ ഈ പിശാചിന്റെ മൂത്രം ഞാൻ കുടിച്ചു പോയിട്ടുണ്ട് റബ്ബേ, അതുകൊണ്ട് പതനമാണ്, പരാജയമാണെന്ന് നിന്റെ ഹബീബിന്റെ തിരുനാവിലൂടെ നിന്റെ വചനങ്ങളായ ഖുർആനിലും സുന്നത്തിലും ഞാൻ കേട്ടിട്ടുണ്ട്. പടച്ചോനെ ഞാൻ പെട്ടു, നീ മാപ്പ് തരണേ അല്ലാ, പുറത്ത് തരണേ അല്ലാ ഒന്ന് അപേക്ഷിച്ചാൽ തീർന്നു. നാട്ടുകാർ ചിലപ്പോൾ പഴയ കുടിയെന്ന് നിന്നെ കുറിച്ച് പറഞ്ഞേക്കാം. അള്ളാന്റെ റെക്കോർഡിൽ പിന്നെ നീ കുടിയനല്ല. അതുകൊണ്ട് ഈ റമളാനില് എല്ലാവരും അത് പെട്ടുപോയ ആളുകൾ തൗബ ചെയ്യുക, ഖേദിച്ചു മടങ്ങുക, പടച്ചവനോട് വേദനയോടുകൂടെ മാപ്പിനിരക്കുക. രക്ഷണ്ട്, ആരും പേടിക്കണ്ട. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാണ്ട്, ഇതിവിടെ വഴുതു പറഞ്ഞു 11ാമത്തെ വെള്ളിയാഴ്ച എന്നത്തെ ഈ വിഷയത്തിലുള്ള വഴുതുകൊണ്ട് മാത്രം കാര്യമല്ല. പലരും നിസ്സഹായരാണ്. മക്കള് ഇതിന് അഡിക്റ്റായി പോയിട്ടുണ്ട്, ഭർത്താക്കന്മാർ ഇതിന് അടിമകളായി പോയിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഉപദേശം വേണ്ടവർക്ക് ഉപദേശം കൊടുക്കാൻ, കൗൺസിലിംഗ് വേണ്ടവർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ, ചികിത്സ വേണ്ടവർക്ക് ചികിത്സ കൊടുക്കാൻ ബഹുമാനപ്പെട്ട നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി അതിനൊരു വേദി, ഒരു സെല്ല് ഒരുക്കിയിട്ടുണ്ട് എന്ന വാർത്ത സന്ദർഭോചിതമായിട്ട് നിങ്ങൾ ഉണർത്താൻ. വെറും വാഴുതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. തൗബ ചെയ്യാൻ മനസ്സും കിട്ടണില്ല. മനസ്സ് ഓപ്പോസിറ്റാണ്. കാരണം ഇതിൻ്റെ അടിമയാണ്, അള്ളാൻ്റെ അടിമയല്ല. ഈ അടിമത്വത്തിൽ നിന്ന് ഈ ആളെ റിലീസാക്കാൻ ചിലപ്പോൾ ഉപദേശം വലിച്ചേക്കാം. ഉപദേശിക്കാൻ ഇവിടെ മസ്ലഹത്ത് കമ്മിറ്റി ഉണ്ട്, ഉപദേശം കൊടുക്കും. വേണ്ട കൗൺസിലിംഗ് ആണ്. നല്ല സമർത്ഥന്മാരായ സൈക്കോളജിസ്റ്റുമാരെ കണ്ടിട്ട് അവർക്കൊരു ബോധവൽക്കരണം, ഒരു സ്റ്റഡിയൊക്കെ കൊടുക്കാനാണെങ്കിൽ അതിനുള്ള അവസരം ഒരുക്കി തരും. വേണ്ട ചികിത്സയാണോ വേണ്ടത്? എറണാകുളം ജില്ലയിൽ ഡി അഡിക്ഷൻ സെന്റർ, ഗവൺമെന്റ് തലത്തിൽ ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. നമ്മുടെ എറണാകുളം ജില്ലയിൽ ഗവൺമെന്റ് ഒരുക്കിയ സംവിധാനം മൂവാറ്റുപുഴ ഹോസ്പിറ്റലിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നമ്മുടെ ജമാഅത്തിന്റെ ആദരണീയനായ പ്രസിഡന്റാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ആർക്ക് ആവശ്യമുണ്ടെങ്കിലും ഡോക്ടർമാരുമായി ബന്ധപ്പെടുത്തിയിട്ട് ചികിത്സയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇനി അതല്ല, വീട്ടിൽ നിന്ന് ഇപ്പം പോരാൻ ഈ പയ്യന് കുറച്ച് പ്രയാസമുണ്ട്, അവരെ അനുനയിപ്പിച്ചോ വേണ്ടി വന്നാലൊന്ന് കൈ മുറുക്കി പിടിച്ചിട്ടോ പിടിച്ചു കൊണ്ടുവരാൻ നമ്മുടെ വെൽഫെയറിന്റെ പ്രവർത്തകരും സജ്ജരാണ്. ആ വാർത്തയും കൂടി അറിയിക്കുകയാണ്. ഉസ്താദെ വിളിച്ചാൽ വരൂലെങ്കിൽ വരുന്ന രീതിക്ക് മര്യാദക്കൊക്കെ വിളിച്ചാൽ, അല്ലെങ്കിൽ കുറച്ചൊന്ന് ബലം പിടിച്ച് കൊണ്ടുപോകാൻ വേണ്ട സെറ്റപ്പും ജമാഅത്ത് കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ അറിയണം. ഇതെവിടെ നമ്മുടെ അയൽപക്കത്തോ കുടുംബത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ആളെന്ന് റിലീസാക്കാൻ വേണ്ട, നമുക്ക് വെറും വഴുതുകൊണ്ട് കാര്യമില്ലല്ലോ, അതിനു വേണ്ട സംവിധാനം സമർത്ഥന്മാരായ ഡോക്ടർമാരുണ്ട്. പരമാവധി അക്കാര്യത്തിൽ സഹകരണം ഉണ്ടാകും. വാക്കി തരാനും പറ്റില്ല, ഈ ആളാണ് റിലീസാക്കി തരുന്ന ഓഫർ തരാനൊന്നും പറ്റൂല. ആകുന്ന സഹായ സഹകരണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് അവസരോചിതമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാനാശത്തിൽ നിന്ന്, ലഹരിയുടെ അടിമത്വത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ കുടുംബത്തിലെ മെമ്പർമാരെ, ഈ മഹല്ല് ജമാഅത്തിലെ പാവങ്ങളായ സഹോദരന്മാരെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത്തരം ദുരന്തത്തിൽ പെട്ടുപോയ ആളുകൾക്ക് അള്ളാഹു മോചനത്തിൻ്റെ പാത കാണിച്ചു കൊടുക്കുമാറാകട്ടെ. അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുമാറാകട്ടെ. അവരുടെ കുടുംബങ്ങളിൽ അള്ളാഹു സമാധാനം ഒരുക്കി കൊടുക്കുമാറാകട്ടെ.